ഹലോ, വെൽക്കം ടു ധന്യാസ് ഫുഡ് വേൾഡ്. എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? നല്ല ചെമ്മീൻ ഉള്ളിയൊക്കെ ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുത്തത്. അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് അറിയണമെങ്കിൽ എല്ലാവരും എന്റെ കൂടെ കിച്ചണിലേക്ക് അങ്ങോട്ട് പോന്നോളാം. പിന്നെ ഈ വീഡിയോ മുഴുവനും കാണണം കേട്ടോ. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് എല്ലാം ഉണ്ടാക്കി കൊടുക്കുമല്ലോ. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഈ തനി നാടൻ ചെമ്മീൻ റോസ്റ്റിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഞാൻ പ്രോൺസ് 1 കിലോ പ്രോൺസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ക്ലീൻ ചെയ്തൊക്കെ വന്നപ്പോൾ ഒരു ഏകദേശം 1/2 kg ആയിട്ടുണ്ട്. പിന്നെ വലിയ ഉള്ളി 3 എണ്ണം വലുത് എടുത്തിട്ട് ഇതുപോലെ നേരിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക് 4 എണ്ണം, ഇഞ്ചി ഒരു വലിയ പീസ് തന്നെ അത് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി 1 കുടം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ട മസാല പൗഡേഴ്സാണ്. ഇവിടെ മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, പെപ്പർ പൗഡർ 1/2 ടേബിൾ സ്പൂൺ, ഫിഷ് മസാല 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ. മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പാകത്തിന് സാൾട്ട്, അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം നാടൻ ഡിഷുകൾക്കൊക്കെ കോക്കനട്ട് ഓയിലാണല്ലോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ പ്രോൺസ് ഒന്ന് മസാല പുരട്ടി ജസ്റ്റ് ഒരു 1/2 hour നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മസാല പൗഡേഴ്സ് എല്ലാം ഈ പ്രോൺസിലേക്ക് ചേർക്കുകയാണ്. ഫിഷ് മസാല, പെപ്പർ പൗഡർ, ടർമറിക് പൗഡർ, ആവശ്യത്തിന് സോൾട്ട്. ഞാനിവിടെ ഈ മസാല പൗഡേഴ്സ് എല്ലാം തന്നെ പ്രോൺസിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ നല്ലതുപോലെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിനിമം 30 മിനിറ്റ്സ് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ പ്രോൺസിൻ്റെ ഉള്ളിലൊക്കെ നല്ലതുപോലെ മസാല പിടിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 1/2 hour കഴിഞ്ഞ് കാണാം കേട്ടോ. 1/2 hour ആയി കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോൺസൊക്കെ നല്ലതുപോലെ മസാലയൊക്കെ പുരണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഈ പ്രോൺസുകളെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നു. പ്രോൺസിന് വളരെ കുറഞ്ഞൊരു കുക്കിംഗ് ടൈമേ വേണ്ടൂ. 3 മിനിറ്റ്സ് കൊണ്ട് തന്നെ പ്രോൺസ് കുക്കായി കിട്ടുമേ. ഓയിലിവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രോൺസ് ഫ്രൈ ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് ചേർക്കാം കേട്ടോ. ഇനി പ്രോൺസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഫ്ലെയിം മീഡിയത്തിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. വെരി ഹൈ ഫ്ലെയിം അല്ല. അപ്പോൾ ഈ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ മീഡിയത്തിൽ വെച്ചിരിക്കുന്നു. ത്രീ മിനിറ്റ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഓവർ കുക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോൺസ് കഴിക്കുമ്പോൾ ഒരു റബ്ബർ പോലെ ഉണ്ടാവും. അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഫ്ലെയിമൊക്കെ പ്രോപ്പറാണ്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കുക്ക് ചെയ്യുന്നതെങ്കിൽ വിതിൻ 3 മിനിറ്റ്സ് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു സൈഡ് നല്ലോണം കുക്കായി കിട്ടും. അപ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും ഇതുപോലെ സെയിം ലെവലിൽ കുക്കായി കിട്ടും. രണ്ട് സൈഡും നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ മാറ്റി വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കാം കേട്ടോ. നമ്മളിവിടെ പ്രോൺസ് എല്ലാം തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബാക്കിയുള്ള ഓയിലിൽ തന്നെ നമ്മൾ ആകെ 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതിൽ.
അപ്പോൾ നമ്മൾ ഈ ബാക്കിയുള്ള ഈ മസാല ഓയിലിലേക്ക് തന്നെ ഈ ഒനിയൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വീണ്ടും ഒന്ന് കൂട്ടി വയ്ക്കാം. ഇവിടെ നമ്മൾ ഒനിയൻ നന്നായിട്ട് ഈ ഓയിലൊന്ന് സോട്ട് ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കും. ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുക്കും. ഇതെല്ലാം ഒരുമിച്ച് വന്നിട്ട് ഇത് വഴറ്റുമ്പോൾ ഈ ഉള്ളി വഴന്ന അതേ സമയം കൊണ്ട് തന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസും നന്നായിട്ട് വഴന്നു കിട്ടും. ഈ സമയത്ത് നമുക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം കേട്ടോ. ഓൾറെഡി ആ ഓയിലിൽ നല്ലതുപോലെ മസാല ഉപ്പെല്ലാം ഉണ്ട്. എങ്കിൽ പോലും ഈ ഉള്ളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരല്പം ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കും. ഇത് നമ്മളിങ്ങനെ നല്ലതുപോലെ വഴറ്റി കൊടുക്കണം കേട്ടോ. എത്രമാത്രം ഉള്ളി വഴന്ന് നല്ല സോഫ്റ്റ് ആവണോ അത്രയധികം നമ്മുടെ പ്രോൺസ് റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമുക്ക് സിമ്മിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒനിയൻ ഇതുപോലെ വഴന്നത് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലതായിട്ട് വഴന്ന് വരുന്ന ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് പ്രോൺസ് ചേർക്കുന്നത്. പ്രോൺസ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ലതുപോലെ ഒനിയനും പ്രോൺസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മതി കേട്ടോ. മൂടി വെച്ചിട്ട് വളരെ സിമ്മിൽ മൂടി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെക്കുകയാണേ. 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പ്രോൺസ് നല്ലതുപോലെ റോസ്റ്റായിട്ട് നല്ല ഓയിലൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതിലധികം ഓയിലൊന്നും ചേർത്തിട്ടില്ല. 2 ടേബിൾ സ്പൂൺ ഫ്രൈ ചെയ്യുന്ന സമയത്തും പിന്നെ മാരിനേഷൻ സമയത്ത് 1 ടേബിൾ സ്പൂൺ, അങ്ങനെ ടോട്ടൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ കേട്ടോ ചേർത്തിട്ടുള്ളൂ. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ പ്രോൺസ് റോസ്റ്റ് കാണാൻ. ഇതുപോലെ തന്നെയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഞാൻ ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യട്ടെ കേട്ടോ. കുക്കിംഗ് കഴിഞ്ഞു, സ്റ്റവ് ഓഫ് ചെയ്യണേ. ഇവിടെ നമ്മുടെ നാടൻ പ്രോൺസ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പതിവ് പോലെ എന്നെ അറിയിക്കണം. പിന്നെ ധന്യാസ് ഫുഡ് വേൾഡ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ മറ്റൊരു ഡിഷുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ, ദിസ് ഇസ് ധന്യ മനോജ് സൈനിങ് ഓഫ്. ബൈ.